ഒരാൾക്ക് ജോലിക്ക് പോകണം, പിള്ളേർക്ക് സ്കൂളിലും. ഇവിടെയാണെങ്കിൽ ഉണ്ടാക്കാൻ ഒരു സാധനവും ഇല്ല. ഹോട്ടലിൽ നിന്ന് കഴിക്കാന്ന് പറഞ്ഞാലോ, നീ ഉണ്ടാക്കുന്ന രുചിയൊന്നും അവിടെ നിന്ന് കഴിച്ചാൽ കിട്ടൂല എന്ന് പറയും. എന്നാ സാധനങ്ങൾ വാങ്ങിത്തരൂ, അതുമില്ല. ഒന്നും അല്ല, പിശുക്ക്, ഒടുക്കത്തെ പിശുക്ക്. അപ്പോ അമ്മോ ഒന്ന് എഴുന്നേൽക്കുന്നുണ്ടോ? ഞാൻ വന്ന രണ്ടിനും കിട്ടും. അപ്പു, അമ്മു എഴുന്നേൽക്ക്. അപ്പു, അമ്മു, അപ്പു, അമ്മു എഴുന്നേൽക്ക്. അമ്മ വന്നാ അറിയാലോ. വാ, എഴുന്നേൽക്ക്, വാ വാ. നീ പോയിട്ട് പല്ലേക്ക്. ആ അമ്മ വാ. എന്തെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടത്? ഒന്ന് അടുക്കളയിലേക്ക് വന്നൂടെ? എല്ലാം ഞാൻ തന്നെ ചെയ്യണം. അരവിന്ദേട്ടാ, ഇതാ ചായ. എനിക്ക് കട്ടൻ ചായ വേണ്ട. എന്നാ എനിക്കും. എന്നാ ഹോർലിക്സ് കലക്കി തരാം, വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. ഇന്ന് കട്ടൻ ചായ കുടിക്ക, നാളെ ഹോർലിക്സ് തന്നാ മതി അമ്മേ. അച്ഛനും മക്കൾക്കും എല്ലാം തമാശയാ. ബാക്കിയുള്ളവരുടെ കിടന്ന് ചക്രശ്വാസം വലിക്കുക. അതിന് അമ്മയല്ലല്ലോ, അച്ഛനല്ലേ ചെലവെല്ലാം നോക്കുന്നത്. അതേടാ, അതുകൊണ്ടാണല്ലോ 3 നേരം വെട്ടി വിഴുങ്ങുന്നത്. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ ആഗ്രഹത്തിനൊത്ത് എന്തെങ്കിലും അച്ഛൻ വാങ്ങി തന്നിട്ടുണ്ടോ? എന്നിട്ടും അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്ന മക്കളല്ലേ നിങ്ങള്? അത്യാവശ്യമുള്ളതെല്ലാം അച്ഛൻ വാങ്ങിത്തരാറുണ്ട്. അപ്പു, നിങ്ങൾ ഭക്ഷണം കഴിക്ക്. എന്ത് പറഞ്ഞാലും നിങ്ങൾ അച്ഛനും മക്കളും ഒന്ന്, ഞാനൊന്ന് വേറെ തന്നെ അല്ലേ? ഇതിന് മാത്രം എന്ത് പ്രശ്നം അവിടെ ഉണ്ടായത്? മറ്റുള്ളവരെ പോലെ കഴിയാനുള്ളത് ഇല്ലെന്നേലുള്ളൂ. നമുക്ക് ജീവിക്കാനുള്ള വരുമാനം ഇപ്പോഴും ഉണ്ട്. സാധനങ്ങൾ തീരുന്നതാണോ നിന്റെ പ്രശ്നം? നീ ഒരു ലിസ്റ്റ് വാട്സപ്പ് ചെയ്യും, വൈകിട്ട് വരുമ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. എന്നാലും അരവിന്ദേട്ടാ, ഇവ പറഞ്ഞത് കേട്ടില്ലേ? അതാണോ പ്രശ്നം? അപ്പു, അമ്മയോട് സോറി പറ. സോറി അമ്മേ. സ്കൂൾ ബസ് വന്നോ? അവര് പോയി. നീ എന്തിനാ മക്കളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒച്ചയെടുക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ളപ്പോൾ പറഞ്ഞാൽ പോരെ? ഓ, ഇനി അങ്ങനെ ചെയ്യാം. എനിക്കുണ്ട് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുള്ള ഒരു മനസ്സ്. അത് അരവിന്ദേട്ടനും മനസ്സിലാക്കണം. എനിക്കുണ്ട് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുള്ള ഒരു മനസ്സ്. അത് അരവിന്ദേട്ടനും മനസ്സിലാക്കണം. ശരിയാണ്. അവൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം സമ്മാനിക്കാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എല്ലാ സുഖസൗകര്യമുള്ള ഒരു വീട്ടിൽ നിന്നും എൻ്റെ കൂടെ ഇറങ്ങി വരുമ്പോൾ അവൾക്ക് ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു, സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനൊത്തൊരു ജീവിതം സമ്മാനിക്കാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നും പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും മാത്രം. ലക്ഷ്മി. എവിടെയാ വീട്? കൂവാറ്റി. അപ്പോൾ ശരി കേട്ടോ. നിങ്ങൾ കഴിച്ചോ? ഇല്ല, സാറ് കഴിച്ചോളൂ. ആ ശരി.
ആ സാറ് കഴിക്കാൻ തുടങ്ങിയോ? ആ മണിയാട്ടനോ? കരീം സാറിന് കുറച്ച് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ പുറത്ത് പോയിരുന്നു. മണിയാട്ടൻ ഇരിക്ക്, ഒരുമിച്ച് കഴിക്കാം. ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. കെട്ടിയോട് സുഖമില്ലാണ്ട് കിടക്കുക, അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയില്ല. എന്നാലും ഇവിടെ ഇരിക്ക്. എന്ത് പറ്റി സാറേ? വൈകിട്ട് ചെല്ലുമ്പോൾ വാങ്ങിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റാണ് ഇതൊക്കെ. ഇതെല്ലാം കൂടി വാങ്ങിക്കണമെങ്കിൽ 2-3000 രൂപ വേണം. എൻ്റെ കയ്യിൽ ഇപ്പം അത്രയൊന്നും കാശില്ല. ശമ്പളം വരാൻ ഇനിയും 2-3 ദിവസമുണ്ട്. മണിയാട്ടന് അറിയാലോ, ഹൗസിംഗ് ലോൺ, അവളുടെ ഫോണിൻ്റെ EMI, ഗ്യാസ്, കറണ്ട് ബില്ല്, പാല്, പത്രം, ഫോൺ റീചാർജ്, പെട്രോള്, കല്യാണം, ഉത്സവം, അങ്ങനെ എന്തൊക്കെ ചിലവുകളാണ്. അതിനിടയിൽ ആർക്കെങ്കിലും അസുഖം വന്നാൽ എല്ലാ കണക്കൂട്ടലും തെറ്റും. ഒരു 100 രൂപ പോലും സേവാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അതിനിടയിൽ അവളുടെ ഈ ദേഷ്യവും ബഹളവും ഒക്കെ. എന്ത് ചെയ്യാനാ, അനുഭവിക്കുക തന്നെ. എൻ്റെ കയ്യിലൊരു വഴിയുണ്ട്. ഞാനൊരിക്കൽ പരീക്ഷിച്ച് വിജയിച്ചതാ. എന്താ മണിയാട്ടാ? ശ്രീജേ, ഒന്ന് എണീറ്റേ. ഇതാ ഒന്ന് എഴുന്നേൽക്ക്. ഷോ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ലേ? അച്ഛനമ്മക്കുള്ള മരുന്നും ചെലവ് കാശും ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി മുഴുവൻ ശമ്പളവും ഇതിലുണ്ട്. നാളെ മുതൽ ഈ വീടിൻ്റെ ഗൃഹനാഥ നീയാണ്. എല്ലാ ചെലവുകളും നീ നോക്കി നടത്തണം. സൂപ്പർ മണം. ഇന്ന് ചിക്കൻ കറിയും നെയ്പ്പത്തലും. കഴിക്ക്. കഴിച്ചോ? കഴിച്ചോ?
നാളെ ഒന്ന് ബ്യൂട്ടി പാർലർ പോവണം. പഠിക്ക് പഠിക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? കൊള്ളാം. അരവിന്ദേട്ടന് കുട്ടികൾക്ക് വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ നോക്കാം. നീ ഫുഡ് എടുത്തു വെച്ചേ, ആ ശരി. കുളിച്ചിട്ട് വരാം. ആ ശരി. സുശീലേച്ചി, സുശീലേച്ചി, എന്താ ശ്രീജേ? ഇതാ ഇത് കുറച്ച് പായസാ. എന്താ വിശേഷം? ഒന്നുമില്ല, കുട്ടികൾ കുറെ നാളായി പറയുന്നു പായസം വേണമെന്ന്. അങ്ങനെ ഉണ്ടാക്കിയതാ. കുട്ടികളെ സ്കൂളിൽ നിന്ന് വന്നോ? ഇല്ല, അവര് വരാറായി. ഞാനെന്നാ പോട്ടെ, ഉം. പാത്രം പിന്നെ എടുക്കാം. അരവിന്ദേട്ടാ, ആ. ഇന്നൊന്നും ഉണ്ടാക്കിയില്ല. ബ്യൂട്ടി പാർലർ പോയി വരുമ്പോ ഫുഡ് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു. അരവിന്ദേട്ടാ, എന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ, കൊള്ളാവോ? സാറിൻ്റെ കറികളൊക്കെ കുറഞ്ഞു തുടങ്ങിയല്ലോ. മീനിറച്ചൊക്കെ ആയിരുന്നല്ലോ കുറച്ച് ദിവസമായിട്ട്. കറികൾ മാത്രമല്ല, അക്കൗണ്ടിലെ പണവും കുറഞ്ഞു. ഈ മാസം തീരാൻ ഇനിയും 10-13 ദിവസമുണ്ട്. പരീക്ഷണം പാളിപ്പോവോ മണിയേട്ടാ? സാറ് ബേജാറാവണ്ട, എല്ലാം ശരിയാവും. അരി തീർന്നല്ലോ, ഇനി എന്ത് ചെയ്യും? ശ്ശേ, നാളെ സുശീലേച്ചിയോട് ചോദിച്ചാലോ? സുശീലേച്ചി, സുശീലേച്ചി, എന്താ ശ്രീജേ? കുറച്ച് അരി എടുക്കാനുണ്ടാവോ? ഇന്നലെ അരി തീർന്ന കാര്യം അരവിന്ദേട്ടനോട് പറയാൻ വിട്ടുപോയി. വൈകിട്ട് കൊണ്ടുവന്ന് ഉടനെ തിരിച്ചു തരാം. ഉം. മാസം തീരാൻ ഇനിയും ദിവസം കുറേയുണ്ട്. കാശെല്ലാം തീർന്നു. ഇനി എന്ത് ചെയ്യും? അരവിന്ദേട്ടൻ എത്ര ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഞാൻ കാര്യങ്ങൾ ഏറ്റെടുത്ത് 2 ആഴ്ചത്തേക്ക് മുമ്പ് എല്ലാ കണക്കുകൂട്ടലും തെറ്റിയിരിക്കുന്നു. ചേച്ചി, പാലിൻ്റെ പൈസ നാളെ തരാം. പത്രത്തിൻ്റെ പൈസ അടുത്ത ആഴ്ച തരാം. ചിട്ടിയുടെ കാശ് അടുത്ത മാസം തരാം. ശ്രീജ, 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 എന്ത് പറ്റി? ശ്രീജ, ശ്രീജ, എണീക്ക്. നിനക്കെന്താ പറ്റിയത്? ഞാൻ തോറ്റുപോയി അരവിന്ദേട്ടാ, എന്നോട് ക്ഷമിക്ക്. ഒന്ന് വെയിറ്റ്
വെയിറ്റ് ചെയ്യണേ അരവിന്ദേട്ടാ. ശ്രീ വാ പോകാം. അല്ല, നീ ഇതെങ്ങോട്ടാ? ഹൈപ്പർ മാർക്കറ്റിലെ സെയിൽസ് ഗേളാ ഞാൻ ഇന്ന് മുതൽ. അപ്പോ വൈകിട്ട് സ്കൂൾ വിട്ട് വന്ന മക്കളെടുത്ത് ആരാ ഉള്ളത്? അരവിന്ദേട്ടന്റെ അച്ഛനും അമ്മയും ഇപ്പൊ ഇങ്ങോട്ട് വരും. അവരിനി മുതൽ ഇവിടെയാ താമസിക്കാൻ പോകുന്നത്. നീ ശരിക്കും മാറിക്കഴിഞ്ഞല്ലോ. മാറിയതല്ല, അരവിന്ദേട്ടൻ എന്നെ മാറ്റിയെടുത്തതാ. കണ്ടു അറിഞ്ഞു പരസ്പരം മനസ്സിലാക്കിയും ജീവിച്ചാൽ കുടുംബജീവിതത്തിൽ യാതൊരു താളപ്പിഴകളും ഉണ്ടാവില്ല എന്ന വലിയ പാഠം എന്നെ പഠിപ്പിച്ചത് അരവിന്ദേട്ടനല്ലേ. ആ അരവിന്ദേട്ടനെ ഇനിയെങ്കിലും ഒന്നിന് ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, പോകാം. എന്നാ പോയാലോ? പോകാം. ഇപ്പൊ എങ്ങനെയുണ്ട്? സംഗതി ജോറായില്ലേ? നിങ്ങളൊരു സംഭവം തന്നെ മണിയേട്ടാ. ശരി അച്ഛാ, പോയിട്ട് വരാം.